അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. സ്വഹാബികളാണോ സ്വപ്നത്തിൽ കാണുന്നത് എങ്കിൽ അവർക്ക് ഉറപ്പിക്കാം കണ്ടത് നബി തങ്ങളെ തന്നെയാണ് എന്ന്. അതുപോലെ തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളും സിഫാത്തുകളും ഒക്കെ ആവർത്തിച്ച് പഠിക്കുകയും അത് മനസ്സിൽ പതിയുകയും ചെയ്ത ആളുകൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അവർക്കും ഉറപ്പിക്കാം കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് എന്ന്. ഈ രണ്ട് വിഭാഗവും അല്ലാത്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിക്കാൻ പറ്റൂല. നബി തങ്ങളെ തന്നെയാവാം കണ്ടത്, അല്ലെങ്കിൽ ശൈത്താൻ തോന്നിപ്പിച്ചതാവാം. ഇതാണ് അഹ്ലുസുന്നയുടെ വാദം, ഇതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ച വാദം. എന്നാൽ ഇത് നമ്മുടെ ആലിമീങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് ഇത് പേച്ചവാദമാണ്, ഇത് വഹാബി വാദമാണ് എന്ന് പറഞ്ഞിരുന്ന കുരുവട്ടൂരികൾ ഏത് രീതിയിൽ എങ്ങനെ ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാലും അവർക്ക് അവന്റെ മനസ്സിൽ അതുമായ ഒരു ബോധ്യവും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചോളണം എന്ന് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു കുരുവട്ടൂരികൾ. എന്നാൽ ഇപ്പോൾ ഈ കുരുവട്ടൂരികൾ ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് യഥാർത്ഥ സമസ്തക്കാർ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സമസ്തയിലെ ഒരു വലിയ പ്രഭാഷകൻ അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. രണ്ടാമത്തേത് കണ്ടത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കാവുന്ന വിവരമുണ്ടായിരിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പിശാച് ഉറക്കത്തിൽ വരൂല, ഉണർച്ചയിലും വരൂല. അതിന് നബി തങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ നബി തങ്ങളെ എങ്ങനെയാണെന്ന് ആദ്യം അറിയണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും മുത്തുനബിയുടെ ശരീരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളും പഠിച്ചിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. അതിന് നബി തങ്ങൾ അങ്ങനെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ പിശാച് ഉറക്കത്തിലും വരൂല, ഉണർവിലും വരൂല. അപ്പൊ പോലെ എന്നറിയണമെങ്കിൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയണം, അവിടുത്തെ ശരീരം അറിയണം, അവിടുത്തെ രീതി അറിയണം, അതിനാ സിഫത്തുകൾ അറിയണം എന്ന് പറയാം. എന്നിട്ട് വളരെ വിശദമായി തന്നെ സാലിം ഫൈസി അത് പറയുന്നുണ്ട്. അങ്ങനെ നബി തങ്ങൾ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. മുസ്തഫായ നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിട്ടുപിരിഞ്ഞ സംസാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നോട് നബി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മനസ്സിലാവാതിരിക്കുകയില്ല. അങ്ങനെ മുത്തുനബിയുടെ ശരീരം ഇങ്ങനെ ഓരോ സിഫത്തുകളും വിശദീകരിച്ച് തന്നെ ഫൈസി പറയുന്നുണ്ട്. അതിലൊന്നാണ് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം അത് വേർപിരിഞ്ഞ് ഇങ്ങനെ വരും, കേൾക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, പക്ഷെ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല എന്നാണ് ഫൈസി പറയുന്നത്. എന്താ വട്ടൂരികളെ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറകിലേക്ക് കൈകെട്ടി നിൽക്കാറുണ്ടായിരുന്നില്ല. അപ്പൊരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, ബാക്കൊക്കെ ഇങ്ങനെ കൈയ്യെട്ടിങ്ങാണ്ട് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയെ പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെങ്കിൽ. എങ്ങനെയുണ്ട് കുരുവട്ടൂരികളെ? വേ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടൊക്കെ എടുത്ത് വേ ഒരുങ്ങിക്കോളി. നിങ്ങളെ സ്വഭാവമാണല്ലത്, വേ നോക്കി പെട്ടെന്ന് നോക്കി ഇനിയുണ്ട് ഒന്നുകൂടി കേട്ടോളി. അപ്പം അതുകൊണ്ട് രണ്ടാമത് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. നബി തങ്ങളുടെ ചുണ്ടെങ്ങനെയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീശ എങ്ങനെയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂക്ക് എങ്ങനെയാണ്. നീണ്ട് വളഞ്ഞ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂക്ക് ചപ്പിയതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ പഠിച്ചാലേ കിട്ടുള്ളൂ. കേട്ടില്ലേ? കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വിശേഷണം ഒത്തില്ല, അതുകൊണ്ട് അവിടുത്തെ സിഫത്ത് ഒക്കാത്തത് കൊണ്ട് കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല. പറയുന്നത് കുരുവട്ടൂരികൾ യഥാർത്ഥ സമസ്ത എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സമസ്തയിലെ ഏറ്റവും വലിയൊരു പ്രഭാഷകനാണ് ഈ പറയുന്നത്. കുരുവട്ടൂരികളെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ പോലും
ഒരാൾ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളെ തന്നെയാണ് കണ്ടത്. ഇനി നിങ്ങൾ ഒരു ഓഫീസിലേക്കും വിളിക്കേണ്ടതില്ല. ഇതാ കാട്ടുവളപ്പിൽ നൗഷാദ് പറഞ്ഞു. എന്നിട്ട് അഹ്ലുസുന്നയുടെ വാദം പറഞ്ഞ ഇമാമിങ്ങളെ മുഴുവനും തള്ളി അവർ മുഴുവനും വഹാബികളാക്കി ഇവിടെ പ്രചരിപ്പിച്ചിരുന്ന കുരുവട്ടൂരികളെ, നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്താ നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. തബസ്സും 3 തരം ചിരികളാണുള്ളത്. ഒന്ന് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്ന മുഖപ്രസന്നതയാണ്. 2 തബസ്സും എന്ന് പറയുന്ന പുഞ്ചിരിയാണ്. 3-മത്തത് ലഹക്ക് എന്ന് പറയുന്ന ചിരിയാണ്. അതിൽപ്പെട്ടതാണ് പൊട്ടിച്ചിരി. പുഞ്ചിരി എന്ന് പറയുന്ന തബസ്സുമും ലഹക്ക് എന്ന് പറയുന്ന ചിരിയും തമ്മിലുള്ള വ്യത്യാസം 2 എണ്ണമാണ്. പുഞ്ചിരി എന്ന് പറയുന്നതിന് ശബ്ദമുണ്ടായിരിക്കില്ല എന്നതും പുഞ്ചിരിക്കുന്ന സമയത്ത് അണപ്പല്ല് കാണുകയില്ല എന്നതുമാണ്. ഇന്നമാക്കാനയത്തബസ്സമു വലായുറാദി റാസുഹു, അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അലാക്കിൻ്റെ ഒച്ചയിലാണ് ചിരിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ഇനി ഇതൊന്നും അറിയാത്ത പഠിക്കാത്ത സാധാരണക്കാരായ ആളുകളെ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ പറ്റൂലേ എന്ന് മനസ്സിലാക്കണ്ട. നിങ്ങൾ സ്വപ്നം കാണാം, കണ്ട സ്വപ്നം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണോ കണ്ടത് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ കണ്ടതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ കണ്ട സ്വപ്നത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യോജിക്കുന്ന സിഫത്തുകളുണ്ടോ? അതല്ലേ ഫത്തുൽ ബാരി ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. ഒന്നോ ഒന്നിലധികമോ സിഫാത്തുകളുണ്ടോ എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഉറപ്പിക്കാം. അതിന് ഈ സിഫത്തുകളെ പറ്റി അറിയുന്ന ആളുകളോട് അതിനെ സംബന്ധിച്ച് പറയണം. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ ഇബ്നു സിരീൻ തങ്ങൾ എന്താ പറഞ്ഞത്? സിഫുലി, എങ്ങനെ നിങ്ങൾ കണ്ടത് അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തരീന്. അങ്ങനെ ഈ വന്ന ആൾ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എന്താ പറഞ്ഞു കൊടുത്തത്? ലം യറഹു, നിങ്ങൾ കണ്ടത് ആരെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ല കണ്ടത് എന്ന് ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ. ഇതുപോലെ സാധാരണക്കാര് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാം, അവർ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിന് അതുമായി അറിയുന്ന ആളുകളോട് അതിനെപ്പറ്റി സംസാരിച്ച് പറഞ്ഞു കൊടുത്ത് അവർ സർട്ടിഫൈ ചെയ്താൽ അതാണ് വേണ്ടത്. അപ്പൊ സാധാരണക്കാരിഞ്ഞ് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റൂലേ എന്ന് വിചാരിക്കണ്ടാന്ന്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതായാലും ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം.